നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഉച്ചയ്ക്ക് ശേഷം മഴ മുന്നറിയിപ്പിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. മഴ മുന്നറിയിപ്പ് പുതുക്കിയിട്ടുണ്ട്. മാത്രമല്ല കൂമ്പാര മേഘങ്ങൾ കൂടി അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായ വിവരം നോക്കാം. പുതുക്കിയ മഴ മുന്നറിയിപ്പ് എന്താണ്, ഏതൊക്കെ ജില്ലകളിലുള്ളവർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്, വിശദമായി നോക്കാം. പ്രത്യേകിച്ച് ആദ്യം തന്നെ പറയാനുള്ളത് കൂമ്പാര മേഘങ്ങളെക്കുറിച്ചാണ്. കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്നലെ പെട്ടെന്നുണ്ടായ കനത്ത മഴ. നമ്മളെല്ലാം അന്തിച്ചു പോയി, എന്തുകൊണ്ട് പെട്ടെന്നൊരു മഴയുണ്ടാകുന്നു. കാലവർഷമാണെങ്കിൽ പോലും പെട്ടെന്ന് അപ്രതീക്ഷിതമായൊരു മഴയുണ്ടാകുന്നു. ഇതിന് കാരണം എന്താണ് എന്ന ചോദ്യമൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ഉയരുന്നുണ്ട്. ഇതിന് കാരണം കൂമ്പാര മേഘങ്ങളാണ്. ശക്തമായ കാറ്റിനും മഴയ്ക്കും കാരണം കൂമ്പാര മേഘങ്ങൾ. തിരുവനന്തപുരം നഗരത്തിലും പരിസരത്തും ഈ കുമിലോ നിംബസ് മേഘം പ്രതിഭാസം ഉണ്ടായി. ഇത് വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മുൻകാലങ്ങളിൽ കേരളത്തിന് മുകളിൽ 7 മുതൽ 8 കിലോമീറ്റർ വരെ ഉയരമുണ്ടായിരുന്ന മേഘങ്ങളായിരുന്നുവെങ്കിൽ ഇത്തവണ 12 മുതൽ 14 കിലോമീറ്റർ വരെയാണ് ഉയരം. ഈ മാറ്റമാണ് മഴയുടെ തീവ്രതയിൽ പ്രകടമാകുന്നത്. ഇത്തവണ കാലവർഷം പൊതുവെ ദുർബലമാകുമെങ്കിലും ശക്തി കൂടിയ മഴയും കാറ്റും ഇടയ്ക്കിനിയും ഉണ്ടാകാൻ ഈ മേഘങ്ങൾ കാരണമാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്ര ഡയറക്ടർ നീത കെ ഗോപാൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ ജൂൺ ആദ്യവാരം തന്നെ വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴ കിട്ടിയപ്പോൾ രണ്ടാം വാരത്തിൽ പൊതുവായിട്ട് നല്ല മഴ കിട്ടുന്ന സാഹചര്യമുണ്ടായി. ഈ സീസണിൽ 25% അധിക മഴയാണ് ഇപ്പോൾ പെയ്തിറങ്ങിയിരിക്കുന്നത്. മാത്രമല്ല ഈ തെക്കൻ ജില്ലകൾ, അതുപോലെ തന്നെ മധ്യ കേരളം, തുടർന്ന് വടക്കൻ കേരളം എന്ന മട്ടിലുള്ള കാലവർഷത്തിൻ്റെ പതിവ് വ്യാപന രീതി, ആ രീതിക്കൊക്കെ ഇത്തവണ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് മഴയുടെ ആ ഒരു രീതിയൊക്കെ ഇപ്പോൾ നിലവിലായിരിക്കുന്നത്. വടക്കൻ കർണാടകത്തിനും തെക്കൻ തീരദേശ ആന്ധ്രാപ്രദേശിനും മുകളിൽ നിലനിൽക്കുന്ന 2 ചക്രവാത ചുഴികളും കിഴക്കൻ മധ്യ അറബിക്കടലിൽ നിന്ന് തുടങ്ങി തെക്കൻ കൊങ്കൺ, മധ്യ മഹാരാഷ്ട്ര, വടക്കൻ കർണാടക, തെലങ്കാന, തീരദേശ ആന്ധ്ര വഴി ബംഗാൾ ഉൾക്കടൽ വരെ നീളുന്ന അന്തരീക്ഷത്തിലെ ന്യൂനമർദ്ദ പാത്തിയുമാണ് ഇപ്പോഴുള്ള മഴയ്ക്ക് കാരണമെന്നാണ് അധികൃതരൊക്കെ വ്യക്തമാക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു മഴയ്ക്കെന്ന് വേണം നമുക്ക് കരുതാൻ. അത്തരത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര ഡയറക്ടർമാരൊക്കെ മഴയ്ക്ക് എന്താണ് കാലവർഷത്തിന് സംഭവിച്ച മാറ്റങ്ങൾ എന്നതടക്കമുള്ളത് വിശദമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്താണ് ഈ കൂമ്പാര മേഘങ്ങൾ എന്ന ചോദ്യം ഉയരം. സംസ്ഥാനത്തെ വേനൽക്കാലത്തും, അതായത് പ്രീ മൺസൂൺ, തുലാമഴ സീസണിലും പോസ്റ്റ് മൺസൂൺ സമയത്തും വേഗത്തിൽ രൂപപ്പെടുന്ന കൂമ്പാര മേഘങ്ങൾ സംയുക്ത കാലാവസ്ഥാ ഭീഷണികൾക്ക് കാരണമാകുന്നു എന്ന പഠനങ്ങളൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. മിന്നൽ, പെട്ടെന്ന് വീശിയടിക്കുന്ന ശക്തമായ കാറ്റ്, കനത്ത മഴ എന്നീ 3 പ്രതിഭാസങ്ങളാണ് ഈ സമയങ്ങളിൽ പ്രധാനമായും സംസ്ഥാനത്ത് നാശം വിതയ്ക്കുന്നതെന്നാണ് പുതിയ പഠനം. ഇടിമിന്നലോടുകൂടിയ ഇത്തരം കോൺവെക്റ്റീവ് സ്റ്റോം സംസ്ഥാനത്ത് സാധാരണമാണെങ്കിലും പ്രീ മൺസൂൺ സീസണിൽ ഇവയുടെ ആവർത്തനവും ഇതിനൊപ്പം ബഹുമുഖ അപകട സാധ്യതയും വർദ്ധിക്കുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ 3 പ്രതിഭാസങ്ങളും ആവർത്തിച്ച് അപകടങ്ങൾക്ക് കാരണമാകുന്ന പ്രദേശങ്ങളെ ഗവേഷകർ വ്യക്തമായി മാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പഠനത്തിൻ്റെ കണ്ടെത്തലുകൾ നോക്കുകയാണെങ്കിൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട എന്നിവ ഇടിമിന്നൽ, മഴ, കാറ്റ് എന്നീ അപകട സാധ്യത ഏറ്റവും കൂടുതലുള്ള ജില്ലകളാണ്. ഈ ജില്ലകളിൽ ഇടവേളകളിൽ കൂമ്പാര മേഘങ്ങൾ മൂലമുള്ള ഇടിമിന്നലും കാറ്റും മഴയും നാശം വിതയ്ക്കാറുണ്ട്. ഇവിടങ്ങളിൽ കിട്ടുന്ന മഴയുടെ അളവും കുറവാണ്. എറണാകുളം മുതൽ വടക്കൻ കേരളം വരെയുള്ള തീരപ്രദേശങ്ങളാണ് കൂമ്പാര മേഘങ്ങൾ മൂലം തീവ്ര മഴ കിട്ടുന്നത്. ഇവ ആവർത്തിച്ച് സംഭവിക്കാറില്ല എന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. മധ്യ തെക്കൻ ജില്ലകളിലാണ് മിന്നൽ, മഴ, ശക്തമായ കാറ്റ് എന്നിവ ഒരുമിച്ചുണ്ടാക്കുന്ന സംയുക്ത കാലാവസ്ഥാ ഭീഷണികൾ കൂടുതലായി രേഖപ്പെടുത്തുന്നത്. ഇതുവഴി മിന്നൽ, പ്രളയം, ഉരുൾപൊട്ടൽ തുടങ്ങിയ ദുരന്തങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ടെന്നും ഈ ജില്ലകളിൽ ജാഗ്രത പുലർത്തണമെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കൂമ്പാര മേഘങ്ങൾ കൊണ്ടുണ്ടാകുന്ന വ്യത്യസ്ത അപകടങ്ങൾ കേരളത്തിലെ ഏത് ഭാഗങ്ങളിൽ കൂടുതൽ ആയിട്ടുണ്ടാകും എന്ന് വ്യക്തമാക്കുന്ന ഒരു സമഗ്ര പഠനമാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ വന്നത്. ആഴത്തിലുള്ള ഉയർന്ന മേഘങ്ങൾ പെട്ടെന്ന് രൂപപ്പെടുന്നതായും ശക്തമായ അടിക്കാറ്റുകൾ ഇവ സൃഷ്ടിക്കുന്ന രീതിയെക്കുറിച്ചും പഠനം വിശദീകരിക്കുന്നുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മാപിനി വിവരങ്ങൾ, ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ ഡേറ്റ തുടങ്ങിയവ ഉപയോഗിച്ചാണ് കേരളത്തിലെ പ്രധാന അപകട ഹോട്ട്സ്പോട്ടുകൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. കൂമ്പാര മേഘങ്ങളുടെ രൂപീകരണവും തീവ്രതയും വിവിധ പ്രദേശങ്ങളിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പഠനത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. പഠനത്തിൻ്റെ കണ്ടെത്തലുകൾ ജിയോമാറ്റിക്സ് നാച്ചുറൽ ഹസാർഡ് ആൻഡ് റിസ്ക് എന്ന അന്താരാഷ്ട്ര ജേർണൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അതേസമയം നമ്മളിനി പോകുന്നത് മഴ മുന്നറിയിപ്പിലേക്കാണ്. ഇന്ന് ഏതൊക്കെ ജില്ലകളാണ് പുതുക്കിയ മഴ മുന്നറിയിപ്പ് എപ്രകാരമാണ് എന്ന് നോക്കാം. ഇന്ന് ഓറഞ്ച് അലേർട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഞ്ഞ അലേർട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ
അലർട്ടാണ്. നാളെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ശക്തമായ കാറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. കേരളത്തിൻ്റെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഒക്കെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതു ജാഗ്രതാ നിർദ്ദേശങ്ങൾ നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അതിൻ്റെ ആഘാതം എത്രയുണ്ടെന്ന്. പല വീടുകളുടെ മേൽക്കൂര വരെ ഇളകിപ്പോകുന്ന സാഹചര്യമുണ്ടായി. ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ ആ കാഴ്ച കണ്ടതാണ്. അപ്പോൾ ഈ കാറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലൊക്കെ ശക്തമായ കാറ്റും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത നമ്മൾ പാലിക്കേണ്ടിയിരിക്കുന്നു. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴയും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കണം. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കണം. ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് തന്നെ അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചു വയ്ക്കുകയോ ചെയ്യുക. ചുമരിലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലെയുള്ള കാറ്റിൽ വീണുപോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയർ ഉപയോഗിച്ച് കെട്ടിവയ്ക്കുക. ഇല്ലെങ്കിൽ അത് വീണ് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ ജനലുകളും വാതിലുകളും അടച്ചിടുക. ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കരുത്. വീടിൻ്റെ ടെറസിലും നിൽക്കുന്നത് ഒഴിവാക്കണം. ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. തദ്ദേശ സ്ഥാപനതല ദുരന്ത ലഘൂകരണ പദ്ധതി പ്രകാരം കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ റിലീഫ് ക്യാമ്പുകളിലേക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മുൻകൈയെടുക്കുക. കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടിവീഴാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഏതെങ്കിലും അപകട ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ KSEBയുടെ 1912 എന്ന കൺട്രോൾ റൂമിലോ 1077 എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ വിവരം അറിയിക്കുക. തകരാർ പരിഹരിക്കുന്ന പ്രവർത്തികൾ കാറ്റ് തുടരുന്ന ഘട്ടത്തിൽ ഒഴിവാക്കുകയും കാറ്റുമഴ അവസാനിച്ച ശേഷം മാത്രം നടത്തുകയും ചെയ്യുക. KSEB ജീവനക്കാരുമായി പൊതുജനങ്ങൾ ക്ഷമയോടെ സഹകരിക്കുക. പൊതുജനങ്ങൾ നേരിട്ടിറങ്ങി ഇത്തരം റിപ്പയർ വർക്കുകൾ ചെയ്യാതിരിക്കുക. പത്രം, പാൽ വിതരണക്കാർ പോലെയുള്ള അതിരാവിലെ ജോലിക്ക് ഇറങ്ങുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. വഴികളിലെ വെള്ളക്കെട്ടുകളും മറ്റു വൈദ്യുതി ലൈൻ പൊട്ടി വീണിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കണം. ജാഗ്രത വേണം, ശ്രദ്ധിക്കണം. എന്തെങ്കിലും അപകടം സംശയിക്കുന്ന പക്ഷം കൺട്രോൾ റൂമിൽ അറിയിച്ച് അപകടമില്ലെന്ന് ഉറപ്പ് വരുത്താൻ മാത്രം മുന്നോട്ട് പോകണം. കൃഷിയിടങ്ങളിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുത ലൈനുകളും സുരക്ഷിതമാണെന്ന് പാടത്ത് ഇറങ്ങുന്നതിന് മുൻപ് ഉറപ്പുവരുത്തണം. നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്നവർ കാറ്റും മഴയും ശക്തമാകുമ്പോൾ ജോലി നിർത്തിവെച്ച് സുരക്ഷിതമായ ഇടത്തേക്ക് മാറി നിൽക്കണം. കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിനോടനുബന്ധിച്ച് തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും, കൊല്ലം ആലപ്പാട്ട് മുതൽ ഇടവ വരെയും, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ വരെയും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട്. ജാഗ്രതയോടെ ആയിരിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.